ആലപ്പുഴ കാർത്തികപ്പള്ളിയിൽ സ്കൂളിന്റെ മേൽക്കൂര തകർന്നു വീണ സംഭവത്തിൽ പ്രതിഷേധം ശക്തം. ബി.ജെ.പിയുടെയും രക്ഷിതാക്കളുടെയും നേതൃത്വത്തിലാണ് ഇപ്പോൾ അവിടെ പ്രതിഷേധം നടക്കുന്നത്. സർക്കാർ UP സ്കൂൾ കെട്ടിടത്തിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും ഉണ്ടായിരുന്നില്ല. മേൽക്കൂര അപകടാവസ്ഥയിൽ എന്ന് പഞ്ചായത്ത് എഞ്ചിനീയർ വിഭാഗം മാസങ്ങൾക്ക് മുന്നേ റിപ്പോർട്ട് നൽകിയിരുന്നു. വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ചേരുന്നു. സുധീഷ്, ദൃശ്യങ്ങളിൽ കണ്ടാൽ നമ്മളെ പേടിപ്പെടുത്തും. സ്കൂളിന്റെ മേൽക്കൂര ഒന്നാകെ തകർന്ന് താഴേക്ക് ഇരുത്തിയിരിക്കുന്നു. എന്തായാലും ഇന്ന് അവധി ദിനമായതിനാൽ കുട്ടികൾ സ്കൂളിൽ ഉണ്ടായിരുന്നില്ല. വൻ അപകടമാണ് ഒഴിവായത്. ഇപ്പോൾ സ്കൂളിൽ വലിയ നിലയിൽ പ്രതിഷേധം നടക്കുന്നു. രക്ഷിതാക്കൾ പ്രതിഷേധിക്കുന്നു. ബി.ജെ.പിയുടെ നേതൃത്വത്തിലും അവിടെ പ്രതിഷേധ പരിപാടികൾ നടക്കുന്നുണ്ടല്ലോ. കൂടുതൽ വിവരങ്ങൾ സുധീഷ് ഗോപാൽ. വിനോദ്, ഇത് ചിങ്ങോലി പഞ്ചായത്ത് പരിധിയിലുള്ള കെട്ടിടമാണ് ഈ സ്കൂൾ പ്രവർത്തിക്കുന്നത്. ഇവിടെ ഫിറ്റ്നസ് നൽകാൻ സാധിക്കില്ല എന്ന അവിടുത്തെ എഞ്ചിനീയറിംഗ് വിഭാഗം മാസങ്ങൾക്ക് മുമ്പേ റിപ്പോർട്ട് നൽകിയതാണ്. എന്നിട്ടും HM-ന്റെയും 4C ഡിവിഷൻ ക്ലാസ് അടക്കം ഇവിടെ നടന്നിരുന്നു. അത്തരത്തിലുള്ള ഒരു കെട്ടിടമാണ് ഇന്ന് അവധി ദിവസം തകർന്നു വീണത്. ഇത് ഒരു അധ്യയന ദിവസം, ഒരു പ്രവൃത്തി ദിവസമായിരുന്നുവെങ്കിൽ വലിയ അപകടം ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു സാഹചര്യമാണ് നിലനിന്നിരുന്നത്. എന്നാൽ ഇതിൽ വീഴ്ച വരുത്തിയത്, വലിയ രീതിയിലുള്ള വീഴ്ച ഇവിടുത്തെ സ്കൂൾ അധികൃതരുടെ അടക്കം ഭാഗത്തു നിന്നുണ്ടായി. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത്, ഇതിന് സമീപത്ത് തന്നെ പുതിയ കെട്ടിടം സർക്കാർ പണിഞ്ഞ് ഇട്ടിട്ടുണ്ടെങ്കിലും അതിന്റെ ഉദ്ഘാടനം നടത്താത്തതുകൊണ്ട് മാത്രം അവിടേക്ക് ക്ലാസ് മാറ്റിയിരുന്നില്ല. അത്തരത്തിൽ സുരക്ഷിതമായ വിദ്യാർത്ഥികളെ ഇരുത്തുന്നതിനേക്കാൾ വരുന്ന തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പും ഒക്കെ മുന്നിൽ കണ്ടുകൊണ്ട് ആ ഒരു ആഘോഷം നടത്താൻ വേണ്ടി, ഉദ്ഘാടന മാമാങ്കം നടത്താൻ വേണ്ടി ഈ വിദ്യാർത്ഥികളെ അടക്കം അപകട സാഹചര്യത്തിലേക്ക് തള്ളിവിടുന്നു എന്നത് തന്നെയാണ് ഇവിടെ ഏറ്റവും എടുത്തു പറയേണ്ടത്. വലിയ രീതിയിലുള്ള അനാസ്ഥ ഇതിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും സ്കൂൾ അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നത് തന്നെ എടുത്തു പറയേണ്ടതുണ്ട്. ബി.ജെ.പിയും രക്ഷിതാക്കളും അടക്കമാണ് ഇതിൽ വലിയ രീതിയിൽ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഇവിടുത്തെ PTA ഇപ്പോൾ പ്രവർത്തിക്കുന്നത് SDPI, അതോടൊപ്പം തന്നെ കോൺഗ്രസ്, CPM അംഗങ്ങൾ ചേർന്നുകൊണ്ടാണ്. വലിയ രീതിയിലുള്ള അനാസ്ഥ ഉണ്ടെങ്കിലും അതിനെ മറച്ചു പിടിക്കാനുള്ള ശ്രമമാണ് അവരുടെ ഭാഗത്തു നിന്ന് നടക്കുന്നത്. വിനോദ്, തീർച്ചയായും കാർത്തികപ്പള്ളി സ്കൂൾ ഗവൺമെന്റ് സ്കൂളാണ്. പുതിയ കെട്ടിടം അവിടെ പണിതിട്ടുണ്ട്. പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നതിന് മുമ്പ് ഉദ്ഘാടന മാമാങ്കം നടത്തി രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി അത് നീട്ടിക്കൊണ്ടുപോയി എന്നുള്ള കാര്യം വളരെ ഗൗരവത്തോടെ കാണണം. കാരണം ഇത്രയും കുട്ടികൾ പഠിക്കുന്ന, അവരുടെ സുരക്ഷിതത്വം നോക്കാതെയുള്ള അധികൃതരുടെ ഇത്തരത്തിലുള്ള അനാസ്ഥയാണ് ഇവിടെ കണ്ടത്. എന്തായാലും ഞായറാഴ്ച അതിനാൽ വലിയ അപകടം ഒഴിവായി എന്ന് പറയാം. അപ്പോൾ ഇനിയും മേൽക്കൂര തകർന്ന ഈ സ്കൂളിൽ ഇനിയും അധ്യയനം നടക്കില്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായും പുതിയ കെട്ടിടത്തിലേക്ക് തന്നെ കുട്ടികളെ മാറ്റേണ്ടി വരില്ലേ സുധീഷ് ഗോപാൽ? വിനോദ്, ഇവിടെ തന്നെ മറ്റൊരു കെട്ടിടത്തിൽ ക്ലാസുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അതും അത്ര സുരക്ഷിതമായ കെട്ടിടം എന്ന് പറയാൻ പറ്റില്ല, ഒരു ഷെഡെന്ന് തന്നെ പറയേണ്ടി വരും. അത്തരത്തിൽ വിദ്യാർത്ഥികളുടെ സുരക്ഷയ്ക്കും മറ്റും വലിയ അനാസ്ഥ, ഇല്ലെങ്കിൽ ഒരു പരിഗണനയും നൽകാതെയാണ് ഇവിടെ സ്കൂൾ കെട്ടിടം പ്രവർത്തിക്കുന്നത് എന്നത് എടുത്തു പറയേണ്ടതാണ്. ഈ ഒരു സമീപനത്തിനെതിരെ നേരത്തെ തന്നെ PTA അംഗങ്ങളടക്കം ചൂണ്ടിക്കാട്ടിയതാണ്. ഈ ഒരു അപകടാവസ്ഥയിൽ സ്കൂൾ പ്രവർത്തിക്കരുത്, ഇതിൽ സുരക്ഷിതമായ കെട്ടിടത്തിലേക്ക് ക്ലാസ് മുറികൾ മാറ്റണം എന്നുള്ള കാര്യം. എന്നാൽ അതിനൊരു പരിഗണനയും നൽകിയില്ല എന്നത് തന്നെയാണ് എടുത്തു പറയേണ്ടത്. ഇവിടെ രാഷ്ട്രീയ താല്പര്യം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് എന്നതും എടുത്തു പറയേണ്ടതാണ്. പഴയ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ മണ്ഡലത്തിലാണ് ഇത്തരമൊരു ദുരവസ്ഥ നടന്നത് എന്നതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. വളരെ ഗൗരവത്തോടെ കാണേണ്ട കാര്യമാണ്. മുൻ പ്രതിപക്ഷ നേതാവായിട്ടുള്ള കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയുടെ മണ്ഡലത്തിലാണ് ഇത്തരത്തിലുള്ള വലിയ അപകടം നടന്നത്. കാർത്തികപ്പള്ളിയിലെ ഗവൺമെന്റ് UP സ്കൂളിന്റെ മേൽക്കൂരയാണ് കനത്ത മഴയിൽ തകർന്നു വീണത്. ഇന്ന് ഞായറാഴ്ച ആയതിനാൽ വലിയ അപകടം ഒഴിവായി. വിവരങ്ങൾ നൽകുകയായിരുന്നു സുധീഷ് ഗോപാൽ.